പ്രഭേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചെവിക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? എനിക്കറിയില്ല അമ്മന. ബാബുമോന് അച്ഛനെ കാണണമെന്ന് പറയാറില്ലേ? ഇല്ല. അയാളെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ പേടിച്ച് അവനിപ്പോൾ അക്കാര്യം ചോദിക്കാറേ ഇല്ല. പ്രഭേ, നിനക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ അവനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ ആഗ്രഹിച്ചൊന്നുമല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ഒരു അമ്മാവന്റെ മകനുണ്ട്, തടരാജൻ. ചെറുപ്പത്തിലെ നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫർ എഴുതി കൊടുത്തത്. കിട്ടിയത് ഇവിടെയും. അയാൾ നിന്നെ എന്തിനു ശല്യപ്പെടുത്തുന്നു? എനിക്കറിയില്ല. അയാൾക്ക് എന്നെ വേണം. എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, സാഡിസ്റ്റ്. ചെറുപ്പത്തിൽ പ്രാണികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ ഹോബി. ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാക്ഷസൻ. ഏതായാലും ഇനി അയാളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചവനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങളെ ഒന്നാക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇന്നും ഭീമാപ്പള്ളി ബീവിയോട് ദുആ ചെയ്യാറുണ്ട്. എന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ കിടക്കാൻ? സമയം ഉണ്ടായിട്ട് വന്നതല്ല. പ്രഭയ്ക്ക് ഈ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോ താമസ സൗകര്യങ്ങളൊക്കെ ശരിപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടി വന്നതാ. ആ, ഈ വയസ്സുകാലത്തും അവളുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം. 3-4 വയസ്സായൊരു മോനെയും കൊണ്ട് അവൾ എങ്ങനെയാ ഹോസ്റ്റലിൽ താമസിക്കുക? ഭാഗ്യത്തിന് ആശുപത്രിക്കടുത്തൊരു വീട് കിട്ടി. ആ ഗൾഫുകാരന്റെ ഭാര്യ ആമിന സിസ്റ്റർ, അവരുടെ കൂടെ ആ പ്രഭയും ബാബുമോനും താമസം. സ്വന്തം വീട് ഇവിടെ ഉള്ളപ്പോൾ വാടക വീട് അന്വേഷിച്ച് അലയേണ്ടി വരിക. ആ, എല്ലാം ആ പാവം പ്രഭയുടെ തലയിലെടുത്തു. തനിക്ക് മോനെ കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഈ പിടിവാശി കളഞ്ഞില്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പ്രഭ വിളിക്കുന്നത് കേട്ട് ശങ്കുച്ചിറ്റപ്പാന്നാ ബാബുമോനും വിളിക്കുന്നത്. തനിക്ക് അവളെ വിളിച്ചോണ്ടെന്നൂടെ? ശങ്കുച്ചിറ്റപ്പൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷമൊന്നുമില്ല. അവനവന്റെ വീട്ടിലെ സുഖം അന്വേഷിക്കാത്തവനാ മറ്റുള്ളവരുടെ വിശേഷം അന്വേഷിക്കുന്നു. ഇവളുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ? ഹോസ്പിറ്റലിൽ ഒരു പുതിയ ENT സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് അവളുടെ പേരുടെ ഡോക്ടറാ. ചികിത്സിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ അങ്ങ് നിർത്തി. ഇപ്പൊ മുക്കിനല്ലേ പാരലൽ കോളേജും ട്യൂട്ടോറിയൽ കോളേജും ചപ്പും ചവറും ഒക്കെ. ഇപ്പൊ പോസ്റ്റൽ ട്യൂഷനാ. ഹോസ്റ്റൽ ട്യൂഷനോ? അതെ, 6 മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം. ഇപ്പൊ തന്നെ യോഗാഭ്യാസം, മാജിക്, ഡാൻസ്, കഥകളി, ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം. യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയോ? ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം, ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയിന്ന് തൊണ്ട കയറണ്ട. രണ്ടാമത് അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കണ്ട. ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാൽ മതി. പരമസുഖം. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ഏതായാലും ശങ്കുച്ചിറ്റമ്മന്റെ പരിപാടി കൊള്ളാം. ഇപ്പോ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാൻ ഇട്ടിരിക്കുക. അതെന്താ? നീന്തൽ. ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്റെ രവി, കള്ളനോട്ടടിയേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്നറിയാമോ? ട്യൂട്ടോറിയൽ കോളേജ്. അതിനേക്കാൾ ലാഭകരമാണ് പോസ്റ്റൽ ട്യൂഷൻ. ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്റലിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യുക. വേറൊരു ഗൂമസ്തന്റെ പണി. ആ, പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം. ഞാൻ വരട്ടെ മോളെ, ഞാൻ ഇറങ്ങുന്നു. എത്ര തന്നെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ ഞാനും. പക്ഷെ ആമിന അത് നിങ്ങളെപ്പോലെ പിണങ്ങിയിട്ടല്ല, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. എണ്ണപ്പണത്തിന്റെ നാട്ടിൽ എരിപൊരി വെയിലത്ത് എന്റെ കെട്ടിയവൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ?
എന്റെ സുഖത്തിന്, എന്റെ സന്തോഷത്തിന്. ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കൊതിക്കുന്നത്. നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നെപ്പോലും മറന്ന് ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ ഞാനില്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ, അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണുടച്ച് വിശ്വസിച്ചെന്തിനാ? അതുകൊണ്ടാ കുഴപ്പമെല്ലാം പറ്റിയത്. എന്തായാലും നടന്നു. പ്രഭേ, പുരുഷന് കീഴടക്കേണ്ടത് പിടിവാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് തന്നെയാണ്. കുറെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ്. എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. വയ്യ, ഇനി അയാളോടൊത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുമോന്റെ ജീവിതം കൂടിയാണ്. എന്റെ മോനെ ഞാൻ വളർത്തും. എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? സിന്ധുമോളോടും ഗോപനോടും എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ടും എനിക്ക് കഴിഞ്ഞില്ല. പ്രഭേ, തുറന്നു ചോദിക്കാണ്, നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മനെ, ഒരിക്കലും ഞാൻ അതേക്കുറിച്ച് ഓർമ്മിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും രവിയോട് സ്നേഹമുണ്ടല്ലേ? ആ പ്രഭേ, ബാബുമോന് നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സിന്ധുമോളെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നോടൊന്നും തോന്നരുതേ. സിന്ധുമോളെ സ്നേഹിക്കാനേ എനിക്ക് കഴിയൂ. വരൂ, അവിടെ ഇരിക്കൂ. ആരാ? സിന്ധുമോളെ, നീ എന്തിനാണ് ഈ പാവത്തിനെ അടിച്ചത്? കണ്ണു കാണാൻ പാടില്ലെത്തിയ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ക്ഷമിക്കൂ ബാലേന്ദ്ര, സിന്ധു തെറ്റിദ്ധരിച്ച് ചെയ്തു പോയതാണ്. എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. സിന്ധുവിന് വേണ്ടി ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല പ്രഭ സിസ്റ്റർ, എനിക്കതിൽ വേദനയൊന്നുമില്ല. സിന്ധുമോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോയിക്കോ, മുടങ്ങാതെ വരണം. സിന്ധുവിന്റെ വീട് എവിടെയാ? എന്താ സിന്ധു കാറിൽ? പ്രഭ സിസ്റ്റർ പറഞ്ഞയച്ചതാ. സിന്ധുവിന്റെ ആരാ? ജ്യേഷ്ഠൻ. പേര്? രവിപ്രസാദ്. എന്റെ പേര് ബാലേന്ദ്രൻ. കാഴ്ചശക്തി ഇല്ല, ഞാൻ ചികിത്സയിലാണ്. ബാലേന്ദ്രൻ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ മംഗലത്ത് വീട്ടിലെയാ. രാമകൃഷ്ണ മുതലാളിയുടെ മകൻ. ഓ, അത് ശരി. എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അതൊക്കെ ബാലചന്ദ്രന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാവിലെ 9 മണിക്ക് ഞാൻ വരാം. പ്രഭ സിസ്റ്റർ പറഞ്ഞിട്ടാ. അമ്മേ, അവനെന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. നടരാജൻ, എന്റെ അമ്മാവന്റെ മകൻ. ആഹാ, ജോലി എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ. നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ. വേണ്ട, ആമിനെ നിനക്കറിയില്ല. എനിക്ക് പേടിയാകുന്നു. നീ ഇത്ര ഭീരുവായാലെങ്ങനാ? ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. പിന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവന് വിടില്ലേ? ധൈര്യമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ. നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബീവി വരുത്തൂല. ബാബുമോൻ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ?